ഈ പൊതുവേ നമ്മുടെ പ്രത്യേകിച്ച് കൊച്ചി എറണാകുളം നഗരം വ്യാവസായിക നഗരം നമ്മുടെ പുതിയ ജനറേഷന് തൊഴിൽ സാഹചര്യം വേണം, ഇല്ലെങ്കിൽ അവരൊക്കെ വിദേശത്ത് പഠിക്കാൻ പോയി മടങ്ങി വരത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ നാടിന്. സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് തുടങ്ങിയത് അല്ലെങ്കിൽ കൊച്ചി മഹാരാജാവിന്റെ കാലത്ത് തുടങ്ങിയ വ്യവസായമല്ലാണ്ട് പേരെടുത്ത് പറയാനുള്ള ഒരു വ്യവസായം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. വേറൊരു വ്യവസായം ഇവിടെ നിലനിൽക്കുന്നില്ല. ആ വ്യവസായം തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണോ കേരളം? ഇന്നത്തെ സ്ഥിതി നമ്മൾ ഈ ചർച്ചയുടെ വിഷയത്തിന്റെ അടിസ്ഥാനം തന്നെ അതല്ലേ? അതെ. അപ്പൊ വിവാദങ്ങൾ മുടക്കുന്നുണ്ടോ? വിവാദം ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അഗ്രികൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിനറൽ സെക്ടർ ആയിക്കോട്ടെ, ഒരു സെക്ടറിൽ പോലും നമ്മൾ ഇന്ന് എത്തേണ്ട സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ? ഇത് ആരെയും ഒരു രാഷ്ട്രീയ പക്ഷിയെ ഈ കക്ഷിയോ അല്ലെങ്കിൽ ആ കക്ഷിയോ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ സംസ്ഥാനം എവിടെ എത്തി എന്നുള്ളൊരു പൊളിറ്റിക്കൽ അതിന് മുകളിലുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും നമ്മൾ ഇന്നും ആദ്യത്തെ തട്ടി തന്നെ കിടക്കുകയാണ്. ലൂയിസ് ഐസക്, താങ്കൾ സ്വന്തമായിട്ട് ചില സ്ഥാപനങ്ങൾ നടത്തി ക്ലച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പ് അതിൻ്റെ ഒരു മെൻറ്ററാണ് താങ്കൾ. അതിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലും ഒക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? അവസരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ തന്നെ അവസരമില്ലായ്മയില്ല, അവസരങ്ങളുണ്ട്, അവസരങ്ങൾ കൂടുന്നുണ്ട്. പക്ഷെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ആരുടെ? ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആൾക്കാരുടെ. എന്റെ സ്ഥാപനത്തിലുണ്ടായ ഒരു ഇഷ്യൂ, ഇപ്പം സാറ് കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ സാറ് പറഞ്ഞു, ഇബ്രാഹിം സാറ് പറഞ്ഞു. തൊഴിലാളികൾ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നത്, സംരംഭകരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. കഴിഞ്ഞ 2 മാസം മുന്നേ ഞങ്ങളുടെ സൈറ്റിലുണ്ടായ ഇഷ്യൂ, ടഫൻ ഗ്ലാസ് അൺലോഡ് ചെയ്യുന്ന ഇഷ്യൂവിൽ 5 ദിവസം ഞങ്ങളുടെ ലോഡ് തടഞ്ഞു വെച്ചു. ഇതിനുശേഷം 114 കോളാണ് 2 ദിവസം എനിക്ക് വന്നത്. ഈ 114 കോളിൽ എല്ലാവരും സംരംഭകരാണ്. ചെറിയൊരു തട്ടുകട തുടങ്ങിയ ആൾ തൊട്ട് സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയ ആൾ വരെ സംരംഭകനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ടാക്സും GSTയും എല്ലാ കാര്യങ്ങളും കൊടുത്ത് സ്വന്തം സൈറ്റിലൊരു ലോഡ് വന്നാൽ അത് ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ ഇറക്കുള്ളൂ എന്ന് പറയുന്നത് ഗുണ്ടായിസം. ഞാനിപ്പോൾ ഓൺലൈനിൽ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ? അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി. ആധുനിക സൗകര്യങ്ങൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന്. കേരളയിലെ കാര്യം വന്നപ്പോൾ ആധുനിക സൗകര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. എന്ത് ആധുനിക ടെക്നോളജിയാണ് ഈ ട്രേഡ് യൂണിയൻകാർ കഴിഞ്ഞ 10 വർഷത്തിൽ പഠിച്ചിട്ടുള്ളത്? ഇവർ 20 വർഷം മുന്നത്തെ ടെക്നോളജി തോർത്തുമുണ്ട് വെച്ചിട്ട് ഇവർ ഗ്ലാസ് എടുക്കാൻ നോക്കുന്നത്. ഒരു ഗ്ലാസ് ക്യാച്ചർ വെച്ച് ഒരു മെറ്റീരിയൽ എടുക്കാനുള്ള ട്രെയിനിങ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇവർ റേഞ്ച് റോവർ ഇറക്കി. ഒരു ആധുനിക സംവിധാനത്തിലുള്ളൊരു വണ്ടി അൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് 2 ദിവസം കൊണ്ട് പഠിക്കാവുന്ന സംഭവമുള്ളൂ. എന്തുകൊണ്ട് ഇവർ പഠിക്കുന്നില്ല? ഇവർക്ക് അവകാശങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.